ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനന്റ് മാൻ? എന്താണത്? അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം സുന്ദരമായ രീതിയിൽ. ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും. മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദനശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത്, എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോസസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 33:11. പുറപ്പാട് പറഞ്ഞേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഇപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. കാര്യം, ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ഫറവോ പറയും അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ചവർ കൊന്നു കളഞ്ഞെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഷെയിമാവും. നിനക്ക് ഷെയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നതിൻ്റെ കാര്യമില്ല. എന്നെ നീ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അവൻ സ്നേഹിതനോടെന്ന പോലെ ദൈവം മാത്രമല്ല മോസസും ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം. ഇപ്പോൾ ഡീന മറിയം എന്താ പറയണത്? കർത്താവേ, ഞാനൊരു ഡേറ്റ് ഇടും. മാർച്ച് 27 ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞാനത് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ മാർച്ച് 27 എന്ന് പറഞ്ഞ ആ ഡേറ്റ് വരിടുകയാണ്. ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് 7.5 ലക്ഷം ആപ്ലിക്കൻറ്റിൽ നിന്ന് 65,000 ഉള്ളൂ. 65,000 ആണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത്. അതിൽ ഇവരുടെ പേര് ഉൾപ്പെടണ തന്നെയല്ല. ഡീന മറിയം പറയണത് എന്താണ്? അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഈ വിസ തന്നാൽ പോരാ, എൻ്റെ ഡേറ്റ് തരണം. കാര്യം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അതാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതം ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 10:08 സൂചി കാണിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരണത്. നമ്മൾ കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല. മറിച്ച് ഡേറ്റ്, സമയം, മണിക്കൂർ, ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയഘടികാരമായി നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, സമയം, നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ജീവിതത്തിൽ ഇടപെടുന്നവരുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. കൃപാസനത്തിൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ. വാഗ്ദാന പേടകമേ, വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം വരമാതാവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായി നടത്താം. ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. വെരി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല, നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇപ്പോഴും നടക്കത്തില്ല. ഇതാണ് വിഷയമാണ്. നിങ്ങളിൽ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാരി ചേർത്താക്കാരുത്തിയാണ്. അവളുടെ പേര് ആൽഫിയ. ആൽഫിയയുടെ സാക്ഷ്യം. ആൽഫിയ വളരെ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഈ +2 വിദ്യാർത്ഥി അവൾക്ക് UK പോയി പഠിക്കണം. അവളുടെ വീട്ടിലെ പ്രമാണം 8 ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ്. പിന്നെ എങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം? UK പോയി പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ വേണം. അതേസമയം തന്നെ ബാങ്ക് ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ്. 8 കൊല്ലമായിട്ട് പലിശയും കയറിയിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എനിക്ക് അവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്നത് തോന്നണേ. കാര്യം കണ്ടില്ലേ, ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ, അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ്. 8 വർഷമായിട്ട് അവൻ്റെ പൈസ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ പ്രശ്നം എന്താണ്? ഇവൾക്ക് +2 കഴിഞ്ഞിട്ട് UK പോയി പഠിക്കണം. കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. പക്ഷേ UK പോകണമെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ ഇവളെന്താ ചെയ്യണത്? ഈ 38 ലക്ഷം രൂപയെ ലൈറ്റ് വെയിറ്റിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും. പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ പത്രമേ, ചില ആൾക്കാർക്ക് പത്രം അടിച്ചുകളൊക്കെ ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടിപ്പോരതില്ലേ. നിങ്ങൾ പത്രം ചാണ്ടിയാൽ അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും. ഒരു സംശയമില്ല. കാര്യം ദൈവസ്നേഹമില്ലല്ലോ. കാര്യം ദൈവസ്നേഹം അകപ്പാട് ഇതിനകത്തുള്ള ദൈവസ്നേഹ പ്രവർത്തനം പത്രത്തിൻ്റെ പ്രേക്ഷക പ്രവർത്തനമാണ്. കാര്യം ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ. പക്ഷേ പത്രം അങ്ങനെയില്ല. പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത്. അപ്പം പ്രേക്ഷിത ശ്രുതിക്കണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ആരാധനയിലൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളറിയാം. നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് ചെന്നർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കാര്യം ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ് അത് പത്രപ്രവർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് കാണുന്നവർ അത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ രോഗിനൊക്കെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുകയൊക്കെ അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് തോറ്റുപോണത് അതാണ്. അവർ രോഗികളെ കാണും, ദാനധർമ്മം ചെയ്യും, വസ്ത്രം കൊടുക്കും. പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തിട്ടും അവിടെ നിന്ന് ഓടിക്കളയും. ദൈവസ്നേഹം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമെന്നാണ്. വേറെ ഒന്നുമല്ല. മറ്റുള്ളവരെന്ത് ഓർക്കും? ഞാൻ ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ലേ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ, അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയാണ്, മറ്റുള്ളവരുടെ ഓർമ്മയല്ല. അതിന് പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത്. വർക്കൗട്ട് ചെയ്യത്തില്ല.
അതുകൊണ്ട് ഈ 10, 18, 20 പത്രമാണെങ്കിലും ഈ 18 പേർക്ക് കൊണ്ടുനടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷേ കുരിശ് തുണിയില്ലാതെ കിടന്ന നിന്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളെ തന്നെ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കുള്ളതും ഈ പത്രപ്രേക്ഷിതത്തിലാണ്. അതിലാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ 80% ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരുന്നതാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം, പത്രം ഇടുമ്പോൾ തന്നെ ഒരു 100-120 സാക്ഷ്യം വരികയുടെ ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല, ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ്. ആരും ചിന്തിക്കല്ലേ? ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ്. എല്ലാ മാസവും 100-150 സാക്ഷ്യമാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി. അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്കി വരണം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം. പറഞ്ഞേ, കർത്താവേ ഞാൻ വഴി പത്രപ്രേക്ഷിതത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്കി വരാൻ, നിന്നെ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വഴി ആയിരക്കണക്കിന് മനുഷ്യര് നിന്നെ അറിയുവാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആത്മാവിൽ ജ്വലിച്ച് പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നണം. രക്ഷിത പ്രവർത്തനം വെച്ചാൽ അസസ്മെന്റ് നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടത്തേക്ക് നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവസ്റ്റ് ചെയ്യണത്? അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതിഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി എന്നും പറഞ്ഞൊരു മാള് സാക്ഷ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ 97 അവളുടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം 97,000 പേര് കാണുകയാണ്. അപ്പോൾ ഇന്നത്തത് കൊണ്ട് 1,00,000 പേര് ഹണിയുടെ സാക്ഷ്യം കാണും. എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം 1,00,000 പേര് ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണുന്നത്? അത് ഇടിച്ചു കുത്തിയാണ് ഇത് പറയണത്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ്. ഇവിടെ മുഴുവനും അഭിഷേകം നിറയണം. കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യം അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഭർത്താവിന് 85% നടുവിൽ ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ്. മരിച്ചു പോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 85% നട്ടലിൻ്റെ 80% ഡാമേജായി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത്. പിന്നെയും കുറേ ഡാമേജുകൾ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ 4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. 4 ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കർത്താവിൽ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കർത്താവ്
ഒറ്റ ഓപ്പറേഷൻ ഇല്ലാതെ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായ. സന്തോഷത്തോടെ സ്നേഹത്തോടെ പാടുക. ഇന്നലെയോളം ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഇന്നയോളം ഒരുമിച്ച് പാടുക. ഇന്നയോളം എന്നെ നടത്തി, സന്തോഷത്തോടെ ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഇന്നയോളം ഒരുമിച്ച് ദൈവ സ്നേഹത്തോടെ പാടുക. അഭിഷേകം ഉണ്ടാകട്ടെ. നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. അവൻ എന്തെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. ഇന്നയോളം ഇന്നയോളം എന്നെ നടത്തി, ഒരുമിച്ച് പാടുക. എല്ലാവരും പാടുക. ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടാകുന്ന മാരകരോഗങ്ങള്, തീരാവേദികള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിവാകുന്ന തിരുസഭയുടെ മേൽ കർത്താവിന്റെ രക്തം നൽകട്ടെ. കർത്താവിന്റെ രക്തം നൽകട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കടലിരമ്പ പോലെ ശ്രദ്ധിക്കട്ടെ. കടലിരമ്പ പോലെ യേശു എത്ര നല്ലവൻ, എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഈ ദൈവസഹായം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവമെന്നാണ് വിചാരിച്ചത്. ഈ ദൈവസഹായം ഇങ്ങനെ അഭിഷേകമായി കഴിഞ്ഞപ്പോൾ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവമെന്നാണ് വിചാരിച്ചത്.
പിന്നെ എനിക്ക് മനസ്സിലായി, അമ്മയാണല്ലോ ഈശോൻ്റെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ എത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാർ ദർശനം ലഭിച്ചതുപോലെ ആധ്യാത്മിക പക്വതയോടുകൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു എത്ര നല്ലവൻ. എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. നമ്മുടെ സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിന്റൺ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി. വെച്ച് കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:38 കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, തന്നെ അന്വേഷിച്ച് വരുന്ന അപ്പോസ്തലന്മാരോട് എന്താ ചോദിക്കണത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ്? അവളുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത്. അവസാന ഘട്ടത്തിൽ മേരി മഗ്ദലിൻ ഈശോയോട് അന്വേഷിക്കുന്നുണ്ട്. 20:15 യോഹന്നാൻ്റെ സുവിശേഷം മേരി മഗ്ദലിനോട് ഈശോ ചോദിക്കും, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പം ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ്. ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു. പിന്നീട് അതിലൂടെ പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്തെ തന്നെ അനുഭവിക്കുന്നു, ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. അതാണ് മേരി മഗ്ദലിനോട് ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴവൾ പറയുന്നൊരു വാക്കുണ്ട്, അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത്. അവളെന്താ പറയണത്? അതായത് 20:15 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവൾ പറഞ്ഞു, പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. പറഞ്ഞേ. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. അങ്ങ് പറഞ്ഞേ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ച് വരികയാണ്. സുഗന്ധ തൈലങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിൽ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല. 6 മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാകും, അപ്പോൾ സാപത്താകും, പിന്നെ പൂശാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം, മതിയായെന്ന് തോന്നരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്ര സ്നേഹിച്ചാലും പോരെ എന്ന് തോന്നണം ദൈവത്തോട്. ദൈവമേ, നിൻ്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്കാവും, ഇന്നത് ഫയറാകും. എന്തിനാണെന്നറിയാവോ? നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായ നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായ നൽകിടുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത്. ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിൽ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ, അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ
ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ? കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവേദന ഇന്ന് നിന്റെ ഉടമ്പടി ഫയറാകും. കൈയടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തീർത്ഥാടന ഉടമ്പടിയായിട്ട് കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ മക്കളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന് അണിപ്പെടുത്താറുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിപ്പിടുന്ന പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി കർത്താവേ, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ പടരട്ടെ, അടരട്ടെ, പടരട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സന്തോഷമായി നിൽക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ത്വക്ക് രോഗികളെ, മുടി കൊഴിയുന്നവരെ, ത്വക്ക് രോഗികളെ, മുടി കൊഴിയുന്നവരെ, സിസ്റ്റുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, തലച്ചോറിന് സിസ്റ്റുള്ളവരെ, തലച്ചോറിന് ബ്ലോക്കുള്ളവരെ, എല്ലാ PCOD രോഗികളെ, RSS രോഗികളെ, പിസ്റ്റുല രോഗികളെ, കർത്താവ് ഗർഭപാത്രമില്ലാത്തവരെ, ഗർഭപാത്രത്തിൻ്റെ ബ്ലീഡിംഗ് ഉള്ളവരെ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഗർഭനാളുകളില്ലാത്തവരെ, മക്കളില്ലാത്തവരെ, കർത്താവ് നടുവേദന ഉള്ളവരെ, കിഡ്നി രോഗികളെ, കരരോഗികളെ, ഹൃദയ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ടോൺസിലൈറ്റിസ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങളെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് നാഥാവരണമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, വീട് വെച്ചിട്ട് പകുതിയായി പോയിട്ട് പണമില്ലാതെ കടമായവരെ എല്ലാം കർത്താവ് സ്പർശിക്കുന്ന ദർശനങ്ങളിലൂടെയാണ് സന്ദേശം നൽകുന്നത്. അവരെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന സമയമുണ്ട്. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, അതുപോലെ തന്നെ സഞ്ചരിക്കാനും വാഹനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വേദനിക്കുന്നവർ, കർത്താവ് ജോലി ഇല്ലാത്തവർ, അതുപോലെ വിസ പ്രോസസ് നടക്കാത്തവർ, വിദേശത്ത് പോകാൻ പറ്റാതെ വരുന്നവർ, നാട്ടിൽ പണി ചെയ്യാത്തവർ, പണി ഇല്ലാത്തവർ, അതുപോലെ തന്നെ PSC ടെസ്റ്റ് അതുപോലുള്ള ടെസ്റ്റുകൾ എഴുതിയതിനു ശേഷം യാതൊരു വിധത്തിലും ജോലി അവിടെയുമില്ല ഇവിടെയുമില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ സങ്കടപ്പെടുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കൾ ഇല്ലാത്തവർ, എല്ലാ തരത്തിലും കർത്താവ് കേസിലകപ്പെട്ടിരിക്കുന്നവർ, വഴക്കിലകപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലും കേസിലും ജയിലുമായി പോയവർ, അതുപോലെ ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, അതുപോലെ തന്നെ വൈവാഹികത്തോട് തകർച്ചയുള്ളവർ, ഇങ്ങനെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ തിരുമുറുമാർന്ന വലതുകരം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത, എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും രക്തസാക്ഷികളെ മാധ്യസ്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും നീങ്ങിപ്പോയി